കുടുംബങ്ങൾ ഇന്ന് ശിഥിലമാക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ആർക്കും ആരെയും കണ്ടുകൂടാ, ആർക്കും ആരോട് പ്രത്യേകിച്ച് തമ്മിക്കണ്ടുകളൊന്നുമില്ല. ചിന്തിച്ചു നോക്ക്, ഒരു ചോരകൾ തമ്മിൽ ആകെ ബന്ധമുള്ളത് വാപ്പയും ജീവിച്ചിരിക്കുന്നവർ. വാപ്പുള്ള കാലത്തൊക്കെ അനിയനെ പോയി കാണാൻ പോകും. വാപ്പുള്ള കാലത്ത് നമ്മളുള്ളതുകൊണ്ട് ഒന്ന് അനിയന്റെ വീട്ടിലേക്കും പെങ്ങന്മാർക്കും ഒന്ന് കാണാൻ പോകും. വാപ്പയും മണ്ണിന്റെ അടിക്കായി കഴിഞ്ഞാൽ അതോടെ തീർന്നു പിന്നെ ബന്ധങ്ങളൊക്കെ. പിന്നെ ആരെ കാണാൻ പോകാനാ? പിന്നെ ആരെയും ആദ്യം കാണാൻ പോയത് ഉള്ളതുകൊണ്ട്. സ്വന്തം ചോരകളെ പോലും ഒരു ബഹുമാനമില്ലാത്ത, ആദരിക്കാത്ത, സ്നേഹിക്കാത്ത എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അപ്പൊ എനിക്ക് 4 പെൺമക്കളാണെന്ന് കരുതുക. ഇസ്ലാമിന്റെ ഒരു വലിയ തത്വം നമ്മൾ മനസ്സിലാക്കുന്നത്. എനിക്ക് 4 പെൺമക്കളാണെന്ന് കരുതുക. ഞാനങ്ങനെ അപ്രതീക്ഷിതമായിട്ട് മരിച്ചോയാ. എന്റെ വീതം വെക്കുന്ന സ്വത്ത് എന്റെ അനിയന് പോകും, എന്റെ ഏട്ടനും പോകും. എന്റെ അനന്തര സ്വത്ത് ഞാൻ ഉണ്ടാക്കിയ മുതൽ എന്റെ അനിയനും പോകും, എന്റെ ഏട്ടനും പോകും. അതാണ് ഇസ്ലാമിന്റെ നിയമം. അതും എല്ലാവർക്കും കാണാൻ. പെൺമക്കൾ മാത്രമല്ല, കാക്കന്റെ മരണത്തോടു കൂടി പിന്നെ ചില ഇസ്ലാമിന്റെ ഷറാ പറയാം. കാക്ക അങ്ങനെ പോയതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് ഉണ്ടാവും, ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, പിന്നെ കാക്കൻ്റെതായതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് വാങ്ങിയിട്ട് എല്ലാവരും. പക്ഷെ അത് എന്തിനാ നിങ്ങൾക്ക് തരാൻ ഇസ്ലാം പറഞ്ഞെന്നറിയോ? എന്റെ മക്കളെ സ്വന്തം മക്കളായിട്ട് നിങ്ങൾ കാണണം. ഞാൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്റെ പെൺകുട്ടിയെ നിങ്ങൾ വ്യാപാരാവണം, എന്റെ പെൺകുട്ടിയെ നിങ്ങൾ താങ്ങാവണം. അത് നിങ്ങളെ മുതൽ എടുക്കാൻ വേണ്ടിയിട്ടോ? എന്റെ മുതൽ കിട്ടി നിന്റെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ മരിച്ച എന്റെ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് വാപ്പയാവാൻ സ്ഥാനത്തേക്ക് നിങ്ങൾക്ക് എന്റെ സ്വത്തിന് അവകാശം തന്നത്. അല്ലാണ്ട് എന്റെ മുതൽ കിട്ടുമ്പോഴേക്കും അത് കാക്കന്റെ മുതൽ കിട്ടിയത് ഞങ്ങൾക്ക് എന്റെ മക്കൾക്ക് കൊടുക്കാനുള്ള വെപ്രാളത്തിൽ ഓടാനല്ല. പക്ഷെ മനുഷ്യന്മാർക്ക് മുതൽ മതി, ബന്ധം വേണ്ട, മുതൽ കിട്ടണം. അപ്പോഴാണ് ഷറൊക്കെ ചിന്തിക്കും. ഉമ്മനെ നോക്കാൻ ഷറയില്ല. ഉമ്മനോ